സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സോഷ്യൽ മീഡിയ ഒരു 10 ദിവസമായിട്ട് നിന്ന് കത്തുകയായിരുന്നു. വേറെ ഒന്നുമല്ല, ഈ പ്രവീൺ പ്രണവ് വിഷയത്തിലായിരുന്നു. അപ്പോൾ ഏതായാലും അതിന് ഒരു അവസാനം വന്നിരിക്കുകയാണ്. അവരുടെ അമ്മയോ അല്ലെ അച്ഛനോ ആരാണെന്നറിയില്ല, ആരോ മുൻകൈ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ 2 വീഡിയോയും, അതായത് കൊച്ചു ഇട്ട വീഡിയോയും പ്രവീൺ ഇട്ട വീഡിയോയും, 2 പേരും വീഡിയോ മുക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രവീൺ ഒരു പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പോൾ വളരെ മോശം ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു ഇരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കാരുണ്യവും കിട്ടില്ല എന്ന് മനസ്സിലായി. നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിനു വേണ്ടി വളച്ച് ഒടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു. ഞാനും അൺമാസിങ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിന് എതിരെ സൈബർ ബുള്ളിങ് നടന്നത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള അവസ്ഥ അതിലും ക്രിട്ടിക്കലാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു എന്നാണ് പ്രവീൺ പറയുന്നത്. വളരെ നല്ല കാര്യം തന്നെയാണ് മോനെ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേ നിർത്തേണ്ടത് തന്നെയായിരുന്നു. പണ്ട് നിർത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകില്ലായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ എല്ലാം മൂടി വെച്ച് അവസാനം അതിങ്ങനെ വീർത്ത് വന്നപ്പോഴേ പൊട്ടിത്തെറിച്ചു. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിലെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളല്ലേ നാട്ടുകാരെ കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ആ ഒരു വീട്ടിൽ നടക്കുമ്പോഴും നിങ്ങൾ അവിടെ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് നാട്ടുകാരുടെ കണ്ണിൽ മഞ്ഞൾ പൊടിയിടാനാണ് നിങ്ങൾ നോക്കിയത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. അല്ലാതെ ഇപ്പോഴേ അമ്മ ഇറങ്ങിയിട്ടാണോ എന്നറിയില്ല. ഏതായാലും 2 പേരും വീഡിയോ പിൻവലിച്ചു. ആദ്യം തന്നെ അമ്മ ഇറങ്ങിയിരുന്നുവെങ്കിൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവുമായിരുന്നില്ല. അവിടെ അമ്മയുടെ വാക്ക് നമ്മൾ കേട്ടതാണ്. അവിടെ അച്ഛനായാലും അമ്മയായാലും 2 മക്കളെയും ഒരുപോലെ നോക്കിയിട്ട് 2 മക്കളോടും മിണ്ടാതെ അവർ ഇരിയടാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് നിങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ഞെട്ടിയത് നാട്ടുകാരാണ്. കാരണം നിങ്ങളുടെ ഐക്യം കണ്ടിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതുപോലെയുള്ള 2 മക്കൾ എനിക്കുണ്ടെങ്കിൽ, അതുപോലെ ഇവരുടെ ഈ വീഡിയോ കാണുമ്പോഴേ എനിക്ക് അസൂയ തോന്നുന്നു, എനിക്ക് ആ കുടുംബത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു, എനിക്ക് ആ വീട്ടിലെ മരുമകളാകണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ്. ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇനി എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനെയും ഒരു കൈ അകലത്തിൽ എല്ലാവരും നിർത്തുകയുള്ളൂ. കാരണം ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ഉഡായിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന്. അത് നമുക്കാരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഒരു 10-15 മിനിറ്റ് മാത്രം ഇവർ അഭിനയിക്കുന്നുള്ളൂ. ബാക്കി എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ ഇവരുടെ മൈൻഡ് വേറെ തന്നെയാണ്. സാധാരണ മനുഷ്യരെ പോലെയാണ്. ഒരു വീട്ടിലും ഇത്രമാത്രം സന്തോഷത്തോടുകൂടി നിൽക്കാൻ കഴിയില്ല. ഒരാൾക്ക് പോലും കഴിയില്ല. ഇനി എത്ര പണം ഉണ്ടെങ്കിലും ശരി ഒരാൾക്കും ഇത്രയും സന്തോഷത്തോടുകൂടി നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഇത് അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഏറ്റവും വലിയൊരു കഴിവ് തന്നെയാണ്. അതായത് അവരുടെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു മൂഡ് ഓഫും ഇല്ലാതെ അഭിനയിച്ച് കാണിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര നടന്മാർ തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിന് അവരെയൊക്കെ സിനിമയിലെടുക്കണം. അത്രമാത്രം ആൾക്കാരെ വിശ്വസിപ്പിച്ചില്ലേ. അതാണ് ഒരു നടൻ്റെ കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് കാണിക്കാതെ പുറത്ത് നല്ലതായിട്ട് അഭിനയിക്കുന്ന അതൊരു ഭയങ്കര കഴിവ് തന്നെയാണ്. ആ കഴിവ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. പക്ഷേ ആ വീട്ടിൽ ഈ പ്രണവ് ഈ പ്രവീൺ എന്ന് പറയുന്ന ചാനലുള്ള ആ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ വന്നു കയറിയ പെണ്ണിനും ഒക്കെ ആ ഒരു കഴിവുണ്ട്. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പെണ്ണാണെങ്കിൽ അവിടെ വന്നു കയറിയപ്പോൾ മുതൽ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ആ പെണ്ണ് എന്നേ ഇട്ടെറിഞ്ഞ് പോയിട്ട് പണിയുണ്ടോ നോക്കണേ എന്ന് പറയും. അവിടുന്ന് അത്ര തന്നെ പൈസയും വേണ്ട, നിങ്ങളുടെ റീച്ചും വേണ്ട, എനിക്കൊരു കുന്തവും വേണ്ട എന്ന് പറയും. അല്ലാതെ അവിടെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഒരുപാട് പൈസ നമ്മളെ തലയിൽ കൊണ്ട് ഇട്ടിട്ട് ഭയങ്കര പ്രശ്നത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സന്തോഷമാണുള്ളത്. അത് തന്നെയാണ് ആ വീട്ടിലും നടന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഇഷ്ടംപോലെ പണമുണ്ട്, വണ്ടിയുണ്ട്, യാത്രയുണ്ട്, ഭക്ഷണമുണ്ട്, എന്ത് വേണമെങ്കിലും കഴിക്കാം, അതൊക്കെയുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് തലക്കിട്ടൊരു കൊട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കൊണ്ട് വല്ല സുഖമുണ്ടോ? അതാണ് ആ വീട്ടിൽ സംഭവിച്ചത്. ഇതാദ്യം തന്നെ നോക്കിയാൽ മതിയായിരുന്നു.
ഇത് ഇത്രത്തോളം വഷളാവില്ല. ആദ്യം തന്നെ ഇവരെല്ലാവരും ഒരു വട്ടമേശ സമ്മേളനത്താ ഞങ്ങളെ വഴിക്ക്, നിങ്ങളെ വഴിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും വരില്ല. ഇതെന്ന് പറഞ്ഞാൽ അടിയായി പിടിയായി അത് വീഡിയോ എടുക്കുന്നു. അതായത് ഒരാളുടെ സൈഡ് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. നമ്മളിപ്പോഴും കാത്തിരിക്കുന്നത് പ്രണവിൻ്റെ സൈഡിലുള്ളൊരു വീഡിയോ വരാനാണ്. അതായത് പ്രണവിൻ്റെ സൈഡിൽ ഇനി എന്താണ് അവർക്ക് പറയാനുള്ളത്, അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് പ്രശ്നം തീർന്നു. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയൽ വേണ്ട, ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. രണ്ടുപേരും പ്രഖ്യാപിച്ചു, വീഡിയോ ഡിലീറ്റ് ചെയ്തു, അങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുന്നു. ഇനിയിപ്പോൾ ആരും അതിൻ്റെ പുറകെ പോകേണ്ട എന്നാണ് അവർ പറയുന്നത്. അതായത് ഇനി എല്ലാവരും വേണമെങ്കിൽ വീഡിയോ കണ്ടുകൊള്ളുക, അല്ലാതെ ഇനി ഇവരുടെ പുറകെ നടന്നിട്ട് ഇവരുടെ കുറ്റവും കുറവും ആരും കണ്ടുപിടിക്കേണ്ട. 2 ചാനൽ ഉണ്ടാകും, ചിലപ്പോൾ 1 ചാനലാകും. നാളെ എല്ലാവരും ഒന്നാകും, തീർച്ചയായിട്ടും ഒന്നാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും നിൽക്കുമ്പോഴും മാത്രമേ വീഡിയോക്ക് നല്ല റീച്ച് കിട്ടുള്ളൂ. അല്ലാതെ 2 പേര് മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഒരിക്കലും റീച്ച് കിട്ടില്ല. ഇവരെല്ലാവരെയും കാണാനാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടം, അത് കൃത്യമായിട്ട് ഇവർക്കറിയാം. പക്ഷേ ഇനിയൊരു പരീക്ഷണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് മതി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വില്ലന്മാരും വില്ലത്തികളുമാണ്. കുറച്ച് ആൾക്കാരുടെ മുന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവരുമാണ്. പിന്നെ ഈ വീഡിയോ കാണുന്നതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു വിഭാഗം ആൾക്കാർ അമ്മയുടെയും അതുപോലെ കൊച്ചുടെയും പിന്നെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെയും. അതായത് അവർ പറയുന്നത് മാത്രമാണ് മറ്റവർ കാണിച്ചത്, അല്ലാതെ പിന്നെ ഇവരുടെ സൈഡിലുള്ളതൊന്നും പറഞ്ഞില്ല എന്നുള്ള തരത്തിൽ വാദിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചവിട്ട് കൊണ്ടിട്ടും അതുപോലെ തൊഴി കൊണ്ടിട്ടും പിന്നെയും അവിടെ നിന്ന് ഗോവ ട്രിപ്പ് പോകാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അതൊന്നും നമ്മൾ കണ്ടില്ല നോക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് ഇവരിനി ഗോവയിൽ പോയിട്ടില്ലേ, അതായത് ഗോവയിൽ പണ്ടെപ്പോ ചെയ്ത ഷൂട്ടാണോ ഇനി നമ്മളെ കാണിച്ചത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതായത് ഇവരൊക്കെ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കുറ്റം പറയുന്നൊന്നുമില്ല. ഏതായാലും ഇവരുടെ ആ ഫാമിലി ഒന്നായിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതായത് ഇതൊക്കെ പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെയാണ്, അല്ലാതെ വേറെ ആരും പോയിട്ട് ഞോണ്ടിയെടുത്തതൊന്നുമല്ല. ഒരാളും പോയിട്ട് അവിടെ പോയിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും പോയിട്ടില്ല. ഇവർ തന്നെയാണ് പരസ്പരം ഇതൊക്കെ എടുത്തിട്ട് വീഡിയോ ആക്കിയിട്ടത്. അതുപോലെ തന്നെ ആ വീട്ടിൽ നടന്ന ചില കാര്യങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പൊറുക്കാൻ കഴിയാത്തതാണ്. അതൊക്കെ എങ്ങനെ സഹിച്ച് നിൽക്കുന്നു അവിടെയുള്ളവർ എന്നാണ്. അതായത് കൊച്ചു എന്ന് പറയുന്നവൻ കാണിച്ചു കൂട്ടിയതും അവൻ വിളിച്ച തെറികളും ഒരിക്കലും അതൊന്നും പോകത്തില്ല. അതുപോലെ അച്ഛൻ തന്നെ പറയുന്നുണ്ട് മുരുകൻ ഉണ്ടാക്കി വെച്ചതല്ല. മുരുകൻ എനിക്ക് തോന്നുന്നത് ഈ മൃദുല എന്ന് പറയുന്ന ആ ഒരു യുവതിയുടെ അച്ഛനാണെന്നാണ് തോന്നുന്നത്. സ്വന്തം അച്ഛനെ വിളിച്ചു കഴിഞ്ഞാൽ അമ്മായിയപ്പേൻ്റെ ഏതോനായിക്കഴിഞ്ഞാലും ശരി ഏതാൾക്കും ദേഷ്യം വരും. അതിനിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് ഇനി ആ വീട്ടിൽ പോയിട്ട് നിൽക്കുകയോ അവരുമായിട്ട് വീഡിയോ ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഇതൊരു നിങ്ങൾക്കൊരു നല്ലൊരു കാര്യമാണ്. ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് ഇനി വേർതിരിച്ച് 2 പേരും 2 സൈഡായിട്ട് വീഡിയോ ചെയ്യുക. പക്ഷേ ഈ കൊച്ചുവിനെ എത്രമാത്രം ജനങ്ങൾ അംഗീകരിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും ഭയങ്കര നെഗറ്റീവാണ് ഈ പ്രണവ് കൊച്ചുവിൻ്റെ പേരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അമ്മയുടെ പേരിലായാലും അച്ഛൻ്റെ പേരിലായാലും ഇനി അവർ ഈ കുഴിയിൽ നിന്ന് കരകയറണമെങ്കിൽ നല്ല കഷ്ടപ്പെടേണ്ടി വരും. അതായത് പഴയ പോലെ റീച്ചൊന്നും അവർക്കിനി കിട്ടൂല. പണ്ടത്തെ ലക്ഷ്യങ്ങളൊക്കെ അങ്ങ് നിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോ. ഇനി ഇതിലും വലുതാണ് വരാൻ പോകുന്നത്. നന്ദി, നമസ്കാരം.